ശബരിമലയിൽ ഇത്തവണ തീർത്ഥാടകർക്ക് പരാതികളില്ല. തിരക്ക് നിയന്ത്രണത്തിൽ മാത്രമല്ല, അടിസ്ഥാന സൗകര്യ വികസനത്തിലും തൃപ്തിയാണ് തീർത്ഥാടകർ രേഖപ്പെടുത്തുന്നത്. ശബരിമലയിൽ ഇന്ന് 8 മണിവരെ 27,000 തീർത്ഥാടകരാണ് ദർശനം നടത്തിയത്. സുജു ടി ബാബു ഉണ്ട് വിവരങ്ങൾ നൽകാൻ. സുജു, ഇന്ന് എന്തായാലും ഈ സമയത്തിനകം തന്നെ വലിയ ആളുകളുടെ തീർത്ഥാടക പ്രവാഹമുണ്ട് അങ്ങോട്ട്. കഴിഞ്ഞ ദിവസം കാനനപാതയിൽ വിലക്കേർപ്പെടുത്തിയിരുന്നു. കാനനപാത വഴിയുള്ള യാത്ര നിരോധിച്ചിരുന്നു മഴയൊക്കെ കാരണം. അതൊക്കെ എടുത്തുമാറ്റി സ്വാഭാവികമായും ആ തിരക്കും കൂടിയുണ്ട്. തീർച്ചയായിട്ടും അന്ന, നമ്മൾ പരസ്പരം പേര് തെറ്റിച്ച് പറയുന്നുകൊണ്ട് നമ്മൾ ശബരിമല വിശ്വാസത്തിലേക്ക് വരുമ്പോൾ, അതായത് ഇന്ന് ശബരിമലയും ഇന്നും നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇതിനോടകം തന്നെ 30,000-ഓളം തീർത്ഥാടകരാണ് ഇന്ന് ദർശനം പൂർത്തിയാക്കിയിരിക്കുന്നത്. നമ്മളിപ്പോൾ 18-ാം പടിയിലെ ദൃശ്യങ്ങളിലേക്കാണ് കടക്കുന്നത്. 18-ാം പടിക്ക് മുമ്പിൽ നല്ല രീതിയിൽ തന്നെ ആൽബരത്തിനും ആടിക്കും അടുത്തുള്ള ആ ക്യൂവിൽ തീർത്ഥാടകരുണ്ട് എന്നത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ സഹിതം സാക്ഷ്യപ്പെടുത്താൻ സാധിക്കുന്നതാണ്. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് പരമ്പരാഗത പാതകളായ അഴുത വഴിയുള്ള, അതായത് മുക്കുഴി അതുപോലെ സത്രം വഴിയുള്ള തീർത്ഥാടനം ഇന്ന് പുനരാരംഭിക്കുകയാണ്. രാവിലെ മുതൽ തന്നെ ഇടുക്കി ജില്ലാ കളക്ടർ ഇതിന് അനുമതി നൽകിയിരിക്കുകയാണ്. അതായത് പുൽമേട് വഴിയുള്ള ശബരിമല തീർത്ഥാടനത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു പാതയാണ് പുൽമേട് വഴിയുള്ള. അത് ശരണമന്ത്രങ്ങളോടൊപ്പം തന്നെ കാടിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് വിശ്വാസപരമായി തീർത്ഥാടനം നടത്താൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് പുൽമേട്. ഇന്ന് പുൽമേടിലുള്ള തീർത്ഥാടനവും പുനരാരംഭിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാലാവസ്ഥ പ്രതികൂലമായ ഘട്ടത്തിലായിരുന്നു. വനംവകുപ്പിൻ്റെ നിർദ്ദേശപ്രകാരം ഇടുക്കി ജില്ലാ കളക്ടർ അത്തരമൊരു യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിരുന്ന. ഇപ്പോൾ കാലാവസ്ഥ വീണ്ടും അനുകൂലമായ സാഹചര്യത്തിൽ തീർത്ഥാടകർക്ക് ദർശനം, തീർത്ഥാടകർക്ക് അതുവഴിയുള്ള സഞ്ചാരം അല്ലെങ്കിൽ തീർത്ഥാടന യാത്ര നടത്താനുള്ള അനുമതി നൽകുകയാണ്. ഇന്ന് ശബരിമലയിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഇപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ, പോലീസ് ഉദ്യോഗസ്ഥർ കുട്ടികളെ എടുത്ത് അവരെ പ്രത്യേകം ഇപ്പോൾ എടുത്ത് സഹായിക്കുന്നത്, അതുപോലെ 18-ാം പടി ഇന്ന് ചവിട്ടി എത്തുന്ന ഭക്തർക്ക് ഏറ്റവും സഹായകരമായി നിൽക്കുന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥരാണ്. ഈ മണ്ഡലകാലത്ത് നമുക്കറിയാം ഇവരുടെ ഒരു വേഗത, ആ ഒരു ഇതിൽ കൊണ്ട് തന്നെയാണ് ഈ തീർത്ഥാടകർക്ക് ഇത്രയും. ഈ ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യത്തിൽ ആ കുഞ്ഞുൾപ്പെടെയുള്ള സംഘത്തെ പ്രത്യേകം കടത്തിവിടുകയാണ് കുട്ടി ഗേറ്റിലേക്ക്. ഇവിടുന്ന് വരുന്നതാണ് കൊട്ടാരക്കര. എങ്ങനെയുണ്ടായിരുന്നു തീർത്ഥാടന യാത്ര? നല്ല യാത്രയായിരുന്നു. കാലാവസ്ഥയിൽ അനുകൂലമാണ്. പോലീസ് ഉദ്യോഗസ്ഥർ കുട്ടികൾക്ക് പ്രത്യേകം ഒരു ക്യൂ അനുവദിച്ചു. സുധീഷ്. അഞ്ചല്. എങ്ങനെയുണ്ട് യാത്രയൊക്കെ? പിള്ളേർ നല്ലത്. കുഞ്ഞോ ആദ്യമായിട്ട് വരുമായിരിക്കും കുഞ്ഞല്ലേ? അതോട് സംസാരിക്കുമോ? ഇല്ല. പേരെന്താ കുഞ്ഞിൻ്റെ? മാധവ്. യാത്രയോ എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നു. കുടിവെള്ളമൊക്കെ കിട്ടിയോ? കിട്ടി. ഇരിക്കാൻ വിശ്രമിക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു. യാത്ര വരുമ്പോൾ വിശ്രമിക്കേണ്ട ആവശ്യമാണല്ലോ? ഇല്ല, കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ലല്ലേ? സുഖദർശനം. ഓക്കെ. അഞ്ചലിൽ നിന്നെത്തിയ തീർത്ഥാടകരെയാണ് നമ്മൾ കണ്ടത്. നമ്മൾ എല്ലാ ദിവസവും പറയുന്നത് പോലെ തന്നെ കുട്ടികൾക്കും പ്രായമുള്ളവർക്കും പ്രത്യേക ഒരു കുട്ടി ഗേറ്റ് തന്നെ ഇപ്പോൾ ശബരിമലയിൽ ഒരുക്കിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്തായാലും ഇത്തവണത്തെ തീർത്ഥാടനത്തെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ പരാതികളോ പരിഭവങ്ങളോ ഇല്ലാത്ത, അതായത് തീർത്ഥാടകരെ സംബന്ധിച്ചോളം പരാതികളില്ല എന്ന് പറയുമ്പോൾ ഈ തിരക്ക് നിയന്ത്രണത്തിൽ ഏറ്റവും വളരെ ഒരു പോയിന്റായി മാറിയത് 70,000-ലേക്ക് വെർച്വൽ ക്യൂ ബുക്കിങ്ങിൻ്റെ എണ്ണം കുറച്ചതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നത്. മാത്രമല്ല, തിരക്ക് നിയന്ത്രണം മാത്രമല്ല, അടിസ്ഥാന സൗകര്യം. ഇപ്പോൾ നിലയ്ക്കലെത്തുമ്പോൾ ജർമ്മൻ മന്ദിൽ 2,000 പേർക്ക് വിരിവെക്കാൻ സൗകര്യമുള്ളൂ. പമ്പയിലേക്ക് എത്തുമ്പോൾ 3,000 പേർക്ക് പഴയ മണ്ഡപത്തിൻ്റെ അതേ സ്ഥലത്ത് 3,000 പേർക്ക് വിരിവെക്കാനുള്ള വലിയ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു. അങ്ങനെ തിരക്ക് നിയന്ത്രണത്തിന് മാത്രമല്ല, അതുപോലെ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വലിയ ഒരു തീർത്ഥാടക പ്രവാഹം തന്നെ, വരുമാന വർധനയും കഴിഞ്ഞ തവണത്തേനേക്കാൾ ഇരട്ടിയോ അതിനിരട്ടിയോ ഒക്കെ ഈ ദിവസത്തിനകം തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നതാണ്.